പത്തനംതിട്ട തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ശീവേലിക്കിടെ ഒരു ആന മറ്റൊരാനയെ കുത്തി പരിക്കേൽപ്പിച്ചതാണ് പ്രശ്നമുണ്ടായത്. ജയശങ്കർ കൂടി ചേരും. നമുക്കിപ്പോൾ ആന വിരണ്ടു വരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാമത്. ജയശങ്കർ, പറയൂ വിശദാംശങ്ങൾ. ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ഇത്തരത്തിൽ ആന ഇടഞ്ഞത്. ഉണ്ണിക്കുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഈ ആന ഇടയും മറ്റൊരാനയെ കുത്തുകയും ചെയ്തു. ഈ കുത്തേറ്റ ആന ഓടി. ഒപ്പം തന്നെ ഇടഞ്ഞ ആനയും വലിയ രീതിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് ആളുകൾക്കിടയിലേക്ക് ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും ഈ ഇടഞ്ഞ ഉണ്ണിക്കുട്ടൻ എന്ന ആനയുടെ മുകളിലുണ്ടായിരുന്ന 2 കീഴ്ശാന്തിമാർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും, ക്ഷേത്രത്തിലെത്തിയ മറ്റൊരാൾക്കും എന്തായാലും ഇതിൽ പരിക്കേറ്റുണ്ട്. ഇവരുടെ പരിക്കുകൾ നിലവിൽ ഗുരുതരമല്ല. ഈ ഇടഞ്ഞ ഉണ്ണിക്കുട്ടൻ എന്ന ആനയെ പടിഞ്ഞാറെ നടയോട് ചേർന്ന് എന്തായാലും തളച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ 2ാം ദിവസമായിരുന്നു. 2ാം ദിനത്തിലാണ് ഇത്തരത്തിൽ ആന ഇടുന്ന ഒരു സംഭവം ഉണ്ടായത്. പുറത്തുനിന്ന് ഉത്സവത്തിനായി കൊണ്ടുവന്ന ഒരു ആനയാണ് ഈ ഉണ്ണിക്കുട്ടൻ എന്ന ആന. ഈ ആനയാണ് ഇത്തരത്തിൽ ഇടയുകയും മറ്റൊരു ആനയെ കുത്തുകയും ചെയ്തു. ഇതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. എന്തായാലും നിലവിൽ ആനയെ തളച്ചിട്ടുണ്ട്. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. ഈ ആന ഇടഞ്ഞൊരു സമയത്ത് ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികളൊക്കെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു സമയമായിരുന്നു. അതിനാൽ തന്നെ വലിയ തോതിൽ ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ ഓടുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എന്തായാലും വലിയ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. നിലവിൽ ആനയെ തളച്ചിട്ടുണ്ട്. 3 പേർക്ക് പരിക്കുണ്ട്. 3 പേരുടെ നില തൃപ്തികരമാണ്. മറ്റ് ഗുരുതര പ്രശ്നങ്ങളൊന്നും ഇവർക്കില്ല. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഉണ്ണിക്കുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടയോട് ചേർന്ന് മരത്തിൽ ഇപ്പോൾ തളച്ചു.